പശ്ചിമേഷ്യയെ ഒന്നാകെ ചാരമാക്കാൻ പോകുന്ന രീതിയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം അതിന്റെ ഏറ്റവും ഭീതിദയമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നിലനിന്നിരുന്ന താൽക്കാലിക സമാധാന കരാറുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമ നാവിക യുദ്ധത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് ഒപ്പുവെച്ച സമാധാന ധാരണാപത്രം പൂർണ്ണമായിട്ടും റദ്ദാക്കിയതായിട്ട് ഇറാന്റെ പുതിയ പരമാധികാരി മുജ്തബ ഖമേനി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനു ശേഷം പിന്നീടുണ്ടായ ആക്രമണം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളെയും വൻ നാശത്തിലേക്കും മറ്റ് രാജ്യങ്ങളിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുന്ന രീതിയിലേക്കുമാണ് യുദ്ധത്തെ കൊണ്ടെത്തിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പിന് തങ്ങളുടെ പക്കൽ ഇനി യാതൊരു വിലയും ഇല്ലെന്ന് പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് അമേരിക്കൻ സാന്നിധ്യം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നുമാണ് ഇറാന്റെ കടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത്. ഇതിന് പിന്നാലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം അമേരിക്കയെ കടുത്ത പ്രകോപനത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. തങ്ങളുടെ സൈനികരുടെ ചോരയ്ക്ക് പകരമായിട്ട് ഇറാനെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന ഭീഷണിയുമായിട്ട് പെന്റഗണും US സെൻട്രൽ കമാൻഡും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര വാണിജ്യ മേഖലകളെയും ആഗോള സമ്പദ് വ്യവസ്ഥയും ഒരേ സമയം തകിടം മറിച്ചുകൊണ്ടാണ് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയാണ് ഈ യുദ്ധം നടക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഹോർമുസ് കടലിടുക്ക് തങ്ങൾക്ക് വേണം, എന്നാൽ ഇത് വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറല്ല എന്ന് ഇറാൻ പറയുന്നു. ഇവിടെ ഈ യുദ്ധം നടക്കുമ്പോൾ ആകെ മൊത്തത്തിൽ പെട്ടുപോകുന്നത് ഈ പശ്ചിമേഷ്യ തന്നെയാണ്. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും യുദ്ധക്കളമായി മാറിയതോടെ ആഗോളതലത്തിൽ ഇന്ധന വിതരണം പൂർണ്ണമായി തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. യുദ്ധം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുന്നതോടെ മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കരുനിഴലിലാണ് ഇപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം കടുത്ത ആശങ്കയോടെ ഇതിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇരുപക്ഷത്തു നിന്നും ഉണ്ടായ കനത്ത നാശനഷ്ടങ്ങളുടെയും ജീവഹാനികളുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്നും കൂടി കൂട്ടി 8ാം ദിവസമാകും ഇങ്ങനെയൊരു കഠിന യുദ്ധം തുടങ്ങിയിട്ട്. ഈ യുദ്ധത്തിന്റെ നിലവിലെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് വാർത്ത വരുന്നത് ജോർദാനിൽ നിന്നാണ്. ഈ ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ വിപ്ലവ ഗാർഡുകൾ നടത്തിയ അതിശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത. ആക്രമണത്തിൽ 4 അമേരിക്കൻ സൈനികർക്ക് കഠിനമായിട്ട് പരിക്കേൽക്കുകയും ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഈ വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതോടെ നിലവിൽ ഈ ഒരു സൈനിക സംഘർഷത്തിൽ മാത്രം കൊല്ലപ്പെട്ട ആകെ അമേരിക്കൻ സൈനികരുടെ എണ്ണം 16 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. പരിക്കേറ്റ സൈനികരുടെ വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല എങ്കിലും കൊല്ലപ്പെട്ട 2 സൈനികരുടെ വിവരങ്ങൾ US സെൻട്രൽ കമാൻഡ് ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ഇത് ഒരു ഔദ്യോഗിക കണക്ക് മാത്രമാണ്. ഈ കണക്കിൽ പെടാത്ത സൈനികർ കൂടിയുണ്ട്. കാരണം ഈ യുദ്ധം നടക്കുമ്പോൾ അവിടെ കൊല്ലപ്പെടുന്നതോ അല്ലെങ്കിൽ ഗുരുതര പരിക്ക് ഏൽക്കുന്നതോ ആയിട്ടുള്ള ആളുകളുടെ പേരോ വിവരങ്ങളോ ഒന്നും തന്നെ ഈ പറയുന്ന ട്രംപോ മറ്റോ അവിടുത്തെ കമാൻഡർമാരോ ഒന്നും പുറത്തു വിടുന്നില്ല. അത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവർ പറയുന്ന ചുരുക്കം എണ്ണം മാത്രമാണ് ഈ ലോകരാജ്യങ്ങൾ കാണുന്നത്. അങ്ങനെ കാണാത്ത എത്രയോ പേരുണ്ട്. ഈ സൈനികരുടെ കുടുംബാംഗങ്ങളെ ഔദ്യോഗികമായിട്ട് വിവരം അറിയിച്ചതിന് ശേഷം മാത്രമേ പെന്റഗൺ ഇവരുടെ പേരുകൾ പുറത്തുവിടുകയുള്ളൂ. തങ്ങളുടെ സൈനികർക്ക് നേരെ ഉണ്ടായ ഈ ഒരു ആക്രമണത്തിന് ഒട്ടും വൈകാതെ തന്നെ കനത്ത തിരിച്ചടി നൽകുമെന്ന് അമേരിക്കൻ സൈനിക വക്താക്കൾ വ്യക്തമാക്കി. തങ്ങളുടെ സൈനികർ വധിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ വ്യോമസേന ഇറാനിൽ കനത്ത പകരം വീട്ടൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. US സെൻട്രൽ കമാൻഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തുടർച്ചയായിട്ടുള്ള 8ാം രാത്രിയിലും ഇറാന്റെ വിവിധ നഗരങ്ങളിൽ US ബോംബർ വിമാനങ്ങൾ വൻതോതിൽ ബോംബുകൾ വർഷിച്ചു. ഇറാന്റെ തെക്കൻ മേഖലകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന US ആക്രമണം ഇപ്പോൾ ഇറാന്റെ വടക്കൻ അതിർത്തികളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഇറാന്റെ 40ഓളം തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കൻ വിമാനങ്ങൾ ബോംബാക്രമണം നടത്തിയത്. ഇറാന്റെ ഭൂഗർഭ മിസൈലുകൾ, സംഭരണശാലകൾ, കമാൻഡ് ബങ്കറുകൾ, വ്യോമ പ്രതിരോധ റഡാറുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ഈ കനത്ത ആക്രമണം നടന്നത്. മുൻപ് സൈനിക താവളങ്ങളെ മാത്രം ലക്ഷ്യമിട്ടിരുന്ന അമേരിക്ക ഇപ്പോൾ ഇറാന്റെ പ്രധാന വിമാനത്താവളത്തെയും റെയിൽവേ ജംഗ്ഷനുകളെയും പാലങ്ങളെയും അടക്കം തകർക്കുന്ന ഒരു തന്ത്രത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. ജനവാസ മേഖലയിലേക്ക് ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ് US. അമേരിക്കയുടെ തുടർച്ചയായിട്ടുള്ള ബോംബ് ആക്രമണങ്ങളിൽ ഇറാന്റെ പൊതു സംവിധാനങ്ങൾക്ക് കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ശരിയാണ്, ഈ മാസത്തെ മാത്രം US വ്യോമാക്രമണത്തിൽ 50ലധികം സാധാരണക്കാരായ ഇറാൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 500ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇറാന്റെ പ്രധാന കുടിവെള്ള പ്ലാന്റുകളും വൈദ്യുതി നിലയങ്ങളും തകർത്തതോടെ ഇറാന്റെ പല നഗരങ്ങളും ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഇരുട്ടിലാണ് എന്നാണ് ഈ മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്രയേറെ പ്രഹരം അമേരിക്ക ഈ പറയുന്ന ഇറാൻ കൊടുത്തിട്ടും ഇറാന്റെ തിരിച്ചടി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഒരൊറ്റ രാജ്യത്തിനെതിരെയാണ് ആക്രമണം നടത്തുന്നത് എങ്കിൽ ഈ ഇറാൻ എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം 6 രാജ്യങ്ങളിലേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ 6 രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടം എന്ന് പറയുന്നത് ചെറുതല്ല. അത് അമേരിക്കയെ അങ്ങേയറ്റം തളർത്തുന്നതാണ്. അതായത് അടിക്ക് തിരിച്ചടി എന്നുള്ള നയത്തിലൂടെയാണ് ഇറാൻ പോകുന്നത്. തങ്ങളുടെ അവിടുത്തെ ജനങ്ങൾ മരണപ്പെട്ടേക്കാം, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടേക്കാം, പരിക്കുകൾ ഉണ്ടായേക്കാം, നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കാം, എങ്കിൽ പോലും തങ്ങൾ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഈ ഒരു ആക്രമണം നടത്തുന്നത്. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇറാൻ നശിച്ചു, ഇറാൻ തീർന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇടുമ്പോഴും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്ക ഒറ്റയ്ക്ക് ഒരു രാജ്യത്തെ നേരിടുമ്പോൾ ഇറാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് 6 രാജ്യങ്ങളിലേക്കാണ് ഈ യുദ്ധം നടത്തുന്നത്. അത് ഈ പറയുന്ന ഗൾഫ് മേഖലയും ഈ പറയുന്ന അമേരിക്കയ്ക്കും വലിയ പ്രശ്നം തന്നെയാണ്, നാശനഷ്ടം തന്നെയാണ്. ഇനി US പിന്തുണയ്ക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതായത് കുവൈറ്റ്, ഖത്തർ, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വൻതോതിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ജോർദാനിലും വന്നു, ഈ UAE ആക്രമണം നടത്തിയിട്ടുണ്ട്, ഇനി സൗദിയിലേക്ക് ആക്രമണം നടത്തുമെന്ന് പറയുന്നുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണ് അമേരിക്കയ്ക്ക് സൈനിക ആവശ്യങ്ങൾക്കായിട്ട് തുറന്നു നൽകിയതാണ് ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് സൗദി അറേബ്യയിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ പ്രകോപനം ഉണ്ടായതായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ ഒരു വെളിപ്പെടുത്തുന്ന രീതിയിൽ എങ്ങും വന്നിട്ടില്ല. എങ്കിലും അത് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് സമീപം വരെ ഇറാന്റെ കാമികാസ ഡ്രോണുകൾ പതിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ ഈ ജല ശുദ്ധീകരണശാലയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. അവിടുത്തെ ജലം അല്ലെങ്കിൽ കുടിവെള്ള ശുദ്ധീകരണത്തിന് ഈ ഉണ്ടായ ആക്രമണം എന്ന് പറയുന്നത് അവിടുത്തെ ജനജീവിതം ദുസ്സഹമാക്കുകയാണ് ചെയ്തത്. സുരക്ഷ മുൻനിർത്തി പ്രതിരോധത്തിനായിട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഭീമമായിട്ടുള്ള ഒരു തുകയും മാറ്റിവെക്കേണ്ടി വരുന്നു എന്നതാണ് വലിയൊരു പ്രതിസന്ധി. യുദ്ധം കടലിലേക്ക് കൂടി വ്യാപിച്ചതോടെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഉപരോധം ലംഘിച്ച് ഇറാന്റെ തീരത്തേക്ക് അടുക്കാൻ ശ്രമിച്ച എണ്ണ കപ്പലുകൾക്ക് നേരെ US നാവികസേന വെടിയുതിർത്തതായും വാർത്തകളുണ്ട്. ലോകത്ത് പ്രയോഗിക്കാവുന്ന എണ്ണയുടെ 1/5 കടന്നു പോകുന്ന ഈ ഒരു സുപ്രധാന പാത അടഞ്ഞതോടെ ആഗോളതലത്തിൽ കടുത്ത ഇന്ധന പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്ന് ഇപ്പോൾ ബാരലിന് $90 മുകളിലേക്ക് എത്തിക്കഴിഞ്ഞു. യുദ്ധം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ എണ്ണവില $120 വരെ ഉയർന്നേക്കുമെന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിൽ കനത്ത വിലക്കയറ്റത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഗൾഫ് മേഖലയിലുടനീളം മിസൈൽ വിരുദ്ധ സൈറണുകൾ മുഴങ്ങുന്നത് അവിടെ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസി മലയാളികളുടെ സുരക്ഷയും കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. ഇതുവരെ സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമിട്ടുന്ന ഇറാന്റെ മിസൈലുകൾ ജനവാസ മേഖലകളിലേക്ക് പതിക്കാൻ തുടങ്ങിയാൽ അത് പ്രവാസികളുടെ ജീവിതം വലിയ ദുരന്തത്തിലാക്കും. നാട്ടിലുള്ള ഇവരുടെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ വലിയ ഭീതിയോടെയാണ് ഓരോ ദിവസവും ഈ വാർത്തകൾ കാണുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം. അമേരിക്കയുടെ കടുത്ത സൈനിക നീക്കങ്ങൾക്ക് നാറ്റോ സഖ്യരാജ്യങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഈ ഒരു യുദ്ധം എളുപ്പത്തിൽ അവസാനിക്കില്ല എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇനി റഷ്യയും ചൈനയും ഇറാന് പിന്നിൽ അണിനിരക്കുന്നു എന്ന അന്താരാഷ്ട്ര ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ ലോകം ഒരു വൻ യുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. തന്നെ വധിക്കാൻ ശ്രമിച്ചാൽ ഇറാനിലേക്ക് 1000 മിസൈലുകൾ അയക്കാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവന കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ്. മുൻപ് ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ മുന്നോട്ട് വന്നിരുന്ന ഒമാൻ, ഖത്തർ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം നിലവിലെ കടുത്ത സാഹചര്യങ്ങൾ കാരണം സമാധാന ചർച്ചകളിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ആദ്യഘട്ട ചർച്ചകൾക്ക് മുൻകൈ എടുത്തിരുന്ന പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തെ ഇപ്പോൾ ആഭ്യന്തര കലാപങ്ങളും അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ പ്രശ്നങ്ങളും കാരണം ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾക്കുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ പൂർണ്ണമായിട്ടും അടഞ്ഞിരിക്കുകയാണ്. അതായത് യുദ്ധം പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് പോകുന്നു. ഇതൊരു ആഗോള യുദ്ധമായിട്ട് മാറുന്നു. വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇറാൻ കട്ടയ്ക്ക് നിൽക്കുന്നു, അമേരിക്കയും തിരിച്ചടിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വലിയ പ്രശ്നത്തിലേക്ക് ഈ യുദ്ധം പോകുമ്പോൾ ലോകം, അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇതിൽ വലിയ ബലിയാടാകാൻ പോകുന്നു എന്നതാണ് മറ്റൊരു സത്യം.